അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഈന്തപ്പനകൾ മുറിച്ചു മാറ്റി. പിന്നെ അവിടെ തകർന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മണ്ണിട്ട് ശരിപ്പെടുത്തി. പിന്നെ അവിടെ മുശ്രിക്കുകളുടെ ചില ഖബറുകൾ ഉണ്ടായിരുന്നു, അത് നേരത്തെ നാം പറഞ്ഞതുപോലെ അവിടെ നിന്ന് മാറ്റി, അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ഭൂമി തയ്യാറായി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ചുവട് തറയിടുക എന്നതാണ്. തറ അത്യാവശ്യം നല്ല തറ തന്നെ ആവട്ടെ എന്നായിരുന്നു നബിയുടെ തീരുമാനം. കാരണം ഈ പള്ളി പിന്നീട് ചരിത്രത്തിൻ്റെ വലിയ പ്രാതിനിധ്യം വഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് പൊതുവെ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിലും ബലിഷ്ഠമായ ഒരു തറ തന്നെയാണ് സ്ഥാപിച്ചത്. ചരിത്രം പറയുന്നത് ഏകദേശം 3 മുഴം ആഴത്തിൽ കീറി അതിൽ കരിങ്കല്ല് ഉപയോഗിച്ചു കൊണ്ട് തന്നെയായിരുന്നു ആ തറയുടെ നിർമ്മാണം എന്നാണ്. തറയുടെ നിർമ്മാണം അടക്കം പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പമുണ്ടായിരുന്നു എന്നത് നമ്മൾ ഈ ചരിത്ര അധ്യായങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് വിടാതെ കൊണ്ട് നടക്കേണ്ട ഒരു വികാരമാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഈ പ്രവാചകൻ്റെ നയമതാണ്. ഒരു ജനതയുടെ നേതാവ് അവരുടെ ഭൃത്യനാണ്. നിങ്ങളെല്ലാവരും ഇന്നത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇന്നത് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ് പലരെ കൊണ്ടും പല വേലകളും ചെയ്യിപ്പിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ചിലപ്പോൾ അവർക്ക് ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇസ്ലാമിൻ്റെ ആത്മാവ് പരിശോധിക്കുന്ന ഒരാൾക്ക് അത് അംഗീകരിച്ച് തരാൻ കഴിയില്ല. അങ്ങനെ ഒരു ന്യായം, അങ്ങനെ ഒരു ന്യായീകരണം പറയുകയാണ് എങ്കിൽ അത് പറയാനുണ്ടായിരുന്നത് ഈ മാനുഷ്യകത്തിൻ്റെ മഹാചാര്യനായിരുന്നു. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലും, ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലും തൻ്റെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നില്ല. താൻ സമൂഹത്തിൻ്റെ നേതാവാണ്. അവർക്ക് വരുന്ന വേദനകൾ, വിഷമങ്ങൾ, വെല്ലുവിളികൾ അത് താനാണ് ആദ്യം നേരിടേണ്ടത്. അത് ഉൾക്കൊണ്ട ജീവിതമായിരുന്നു നബിയുടേത്. അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് രംഗങ്ങൾ ഓർക്കാനുണ്ട്. എന്തിനധികം ഹിജ്റ നമുക്ക് മതിയായ ഒരു ഓർമ്മയാണല്ലോ. തൻ്റെ ദേഹസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി നബി ആദ്യം തന്നെ സുരക്ഷിതനായി ഹിജ്റ പോവുകയായിരുന്നില്ല. ഒരുപാട് ഭീതി നിറഞ്ഞ ഒന്നായിരുന്നു ഹിജ്റ. ജീവൻ മരണ പോരാട്ടമായിരുന്നു അത്. പക്ഷേ ആ പോരാട്ടം തൻ്റെ ദുർബലരായ അനുയായികൾ മുഴുവനും പൂർത്തിയാക്കുന്നത് വരേക്കും നബി മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടി. അതാണ് നബിയുടെ പ്രത്യേകത. ഇപ്പോൾ പള്ളി നിർമ്മാണം, ആ ചരിത്ര മുഹൂർത്തത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് ചുമന്ന് പോകുന്നത് കണ്ടതായി മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരാൾ, നല്ല മിടുക്കനായ ഒരാൾ, ഒരേ സമയം 2 കല്ലുകൾ തോളത്ത് വെച്ച് പോകുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ 2 കല്ലുകൾ എടുക്കാൻ തുടങ്ങി. സഹാബിമാർ, അത് കണ്ട സഹാബിമാർ, ആ വികാരം അനുഭവിച്ച സഹാബിമാർ, അവരാണ് അത് പറയുന്നത്. തറ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കെട്ടിടത്തിൻ്റെ നിർമ്മാണമായിരുന്നു. ഇഷ്ടിക കൊണ്ടായിരുന്നു നിർമ്മാണം. ഇഷ്ടിക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഇഷ്ടിക ഒരിക്കലും സങ്കല്പിക്കരുത്. ഇന്ന് നമ്മൾ മണ്ണ് കുഴച്ച് ശരിയായി പരുവപ്പെടുത്തി പാകപ്പെടുത്തി അത് ചൂളയിൽ വെച്ച് വേവിച്ചെടുത്തുകൊണ്ടാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നത്.
അന്ന് ചൂളയിൽ വെച്ച് വേവിച്ചെടുക്കുന്നില്ല. നല്ല രൂപം നൽകാൻ കൈവിരുതുള്ള, ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഇന്ന് ഇഷ്ടിക ഉണ്ടാക്കുന്നത് പാലറ്റിലിട്ടിട്ടാണ്. അന്ന് അങ്ങനെയായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ഒരു രംഗത്ത് ചെറിയൊരു ഇടപെടൽ നടത്തുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടിക എങ്ങനെയൊക്കെയോ അവരുണ്ടാക്കുകയാണ്. അതായത് മണ്ണിൻ്റെ കട്ട ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ, അയാൾ യമാമക്കാരനാണ്. അയാൾ ഉണ്ടാക്കുന്ന കട്ടകൾ വളരെ കൃത്യതയുള്ള കട്ടകളായിരുന്നു. അത് കണ്ട നബി പറഞ്ഞു, യമാമക്കാരനോട് താങ്കൾ ഇനി മറ്റൊരു പണിയും ചെയ്യേണ്ട, താങ്കൾ കട്ടയുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞതായി ഹദീസുകൾ കാണാം. ഇവിടെയൊക്കെയുണ്ട് നമുക്ക് പഠിക്കാൻ. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. അത് മുഴുവനും വിശ്വാസിയുടെ അധ്യായമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.